കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കാസർഗോഡ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവ. കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ്. 2024 ആലുവ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം കൊല്ലത്ത് വെച്ച് നടക്കുന്നു. 1924 ആലുവ സർവമത സമ്മേളനം നടന്നത്. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. അന്താരാഷ്ട്ര തലങ്ങളിലെ പ്രഗത്ഭരായ ഛായാഗ്രാഹകർക്ക് നൽകി വരുന്ന പുരസ്കാരം പിയർ അഞ്ജനോ ട്രിബ്യൂട്ട് പുരസ്കാരം. 2024 ലഭിച്ചത് ഇന്ത്യൻ ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവനാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരാൾക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. മഞ്ഞ കാർഡിനും ചുവപ്പ് കാർഡിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്ന പുതിയ കാർഡ് നീല. കളിക്കാരനെ 10 മിനിറ്റ് നേരം കളിക്കളത്തിന് പുറത്തു നിർത്തുന്നതാണ് നീല കാർഡ്. ലോകത്തിൽ ആദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഒഡീസിയസ്. 1972 അപ്പോളോ 17 ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ അമേരിക്കൻ പേടകമാണ് ഒഡീസിയസ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങി. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനു വേണ്ടി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. കേരളത്തിൽ നിന്നും അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾ ആസ്ഥ ട്രെയിൻ. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ്. അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശദീപ പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർ. 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. ലോകത്ത് ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ന്യൂറാലിങ്ക്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ പഞ്ഞിമിഠായിൽ കണ്ടെത്തിയ അർബുദത്തിന് കാരണമാകുന്ന രാസപദാർത്ഥം റോഡോമെയിൻ ബി. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് കരിക്കകം, തിരുവനന്തപുരം. ലോക പുസ്തകമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. 2023 ലോകസഭയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ മലയാളി ശശി തരൂർ. മികച്ച പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം സ്വന്തമാക്കിയ മലയാളി ജോൺ ബ്രിട്ടാസ്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള പുതിയ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെവിടെ? കൊച്ചി. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷ് ചുരുക്കെഴുത്ത് TS എന്ന് മാറ്റി TG ആക്കിയ ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയുടെ ഔദ്യോഗിക ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ 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 ഹോ തെലങ്കാന. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. ഇവർ രണ്ടുപേരുമാണ് 2023 ജ്ഞാനപീഠ ജേതാക്കൾ. മാർത്താണ്ഡ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര. വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ കടൽത്തീരം കാപ്പാട്. മധ്യശിലായുഗ കാലത്തെ ശിലാചിത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ കണ്ടെത്തിയത്? തെലുങ്കാനയിൽ.
അമിതമായ ഓൺലൈൻ ഗെയിമിംഗ് മൂലമുണ്ടാകുന്ന മാനസികാരോഗ്യ വെല്ലുവിളികളെ നേരിടാൻ ഡിജിറ്റൽ ഡിറ്റോക്സ് സംരംഭം ആരംഭിച്ച സംസ്ഥാനം കർണാടക. മലയാള മനോരമ കർഷകശ്രീ പുരസ്കാരം നേടിയത് PB അനീഷ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ച ഏത് പത്രത്തിൻ്റെ ശതാബ്ദിയാണ് 2024 ആചരിക്കുന്നത്? അൽ അമീൻ പത്രത്തിൻ്റെ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചു എന്ന ലോക റെക്കോർഡ് നേടിയ വ്യക്തി ഒലെഗ് കൊനോനെൻകോ. 878 ദിവസവും 12 മണിക്കൂറിലേറെയും ചെലവഴിച്ചാണ് റെക്കോർഡ് സ്ഥാപിച്ചത്. തമിഴ് സൂപ്പർ സ്റ്റാർ സിനിമാ താരം വിജയിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക് കഴകം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. 57 സ്വർണവും 48 വെള്ളിയും 53 വെങ്കലവും ഉൾപ്പെടെ 158 മെഡലുകൾ നേടിയാണ് മഹാരാഷ്ട്ര ഒന്നാം സ്ഥാനത്തെത്തിയത്. മലേഷ്യയിലെ പുതിയ രാജാവായി സ്ഥാനമേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ. ആദി ശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീ ശങ്കര പുരസ്കാരം ലഭിച്ചത് S. സോമനാഥ്, ISROയുടെ ചെയർമാൻ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കുന്ന അരി K-റൈസ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായുമാനവർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. സ്കൂൾ സമയങ്ങളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള സംവിധാനം വാട്ടർ ബെൽ. 2024 ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിന് ലഭിച്ച നടൻ ഷാറുഖ് ഖാൻ. Please like and subscribe.